എസിന്റെ പതാക കയ്യിൽ പിടിച്ച് എസ്എസ്എഫിന്റെ പതാക കയ്യിൽ പിടിച്ച് ഓടി നടക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് ആശ്വസിക്കാൻ ഒരു വകുപ്പുണ്ട്. എന്തേ കാരണം? ഇതിന്റെ തലപ്പത്തിരുന്ന് നേതൃത്വം നൽകിയ മഹാന്മാർ അവർ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന ഈ ദൗത്യം, ഈ പതാക കയ്യിലേന്തി ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഓടി നടന്നാൽ നാളെ അർശിന്റെ തണലുണ്ട്. അള്ളാന്റെ ഇബാദത്തിലായി വളർന്നു വന്ന ചെറുപ്പക്കാരന് അർശിന്റെ തണലുണ്ട്. ഓർത്തുപോകുന്നു, ഈ അടുത്ത് കേരളത്തിലെ നാദാപുരം എന്ന സ്ഥലത്ത് സാധുവായ ഞാൻ വാവിന് പോയപ്പോ അവിടെയുള്ള എസ്എസ്എഫിന്റെ ചെറുപ്പക്കാർ അബ്ബാസ് എന്ന പേരുള്ളൊരു ചെറുപ്പക്കാർ ഈ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നുണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ കൂട്ടിക്കൊണ്ടുപോയി നോക്കുമ്പോ പരിസരത്ത് കണ്ണോത്ത് എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പരിസരത്ത് നേരെ മുന്നിൽ ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഒരു ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ആ ഖബറിന്റെ മീസാൻ കല്ല് നോക്കുമ്പോ ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരന്റെ ഖബറാണ്. 1995 ലോകത്തോട് വിട പറഞ്ഞ ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരൻ ഞാൻ അതാ കണക്കിട്ട് നോക്കുമ്പോ 22 വർഷം പിന്നിട്ടിരിക്കുന്നു. ചോദിക്കട്ടെ, ഇവിടെ ഖബറിസ്ഥാനില്ലേ? 22 വർഷങ്ങൾ മരിച്ച് പിന്നിട്ട ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ഖബർ സിയാറത്തിന് സാദാത്തുക്കൾ വരുന്നത് കാണാറുണ്ടോ? തങ്ങന്മാര് വരുന്നത് കാണാറുണ്ടോ? അലിമീങ്ങൾ വരുന്നത് കാണാറുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഒരു പൊതു ഖബറിസ്ഥാനിൽ ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഒരു ഖബറാണ് ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇന്നും ആ ചെറുപ്പക്കാരന്റെ ഖബറ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം സിയാറത്തിന് പോകുന്ന ഒരുപാട് തങ്ങന്മാരും പ്രവർത്തകരും ആലിമീങ്ങളുണ്ട്. എന്തേ കാരണമെന്നറിയോ? 30 വർഷങ്ങൾക്ക് മുമ്പ്, 30 വയസ്സ് ആകുന്നതിന് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞ ചെറുപ്പക്കാരനാണ് ഓ ഖാലിദ്. പക്ഷെ എന്നാലും അറിയുമോ, ഇന്നും ആ ചെറുപ്പക്കാരനെ ഓർക്കാനുള്ള കാരണം എന്താണ്? മഹാന്മാരായ സാദാത്തുക്കളുടെ പിന്നിരണിനിരന്ന്, ആലിമീങ്ങളെ പിന്നിരണിനിരന്ന് എസ്എസ്എഫിന്റെ പതാക കയ്യിൽ പിടിച്ച് പ്രവർത്തിച്ച ചെറുപ്പക്കാരനാ. എന്നോട് അബ്ബാസ് പറഞ്ഞു, ഉസ്താദേ ഓ ഖാലിദ് മരണപ്പെട്ടപ്പോൾ അന്ന് ഓ ഖാലിദിന്റെ ജനാസ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുളിപ്പിച്ച് നേരെ മർക്കസിൽ കൊണ്ടുപോയി അവിടെ ജനാസ നിസ്കാരം നടന്നു. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ നാട്ടിലേക്ക് ചൊക്ലിയിലേക്ക് അതാ ജനാസ കൊണ്ടുവരികയാണ്. ആംബുലൻസിൽ മയ്യിത്ത് കൊണ്ടുവരുമ്പോ അതാ റോഡിന്റെ 2 ഭാഗത്തും 43ഓളം വരുന്ന മദ്രസയിലെ മക്കള്, അതുപോലെ ഉസ്താദുമാര്. ആ ഉസ്താദുമാരും മക്കളും റോഡിന്റെ 2 വശങ്ങളിൽ നിൽക്കുന്നു, തഹ്ലീൽ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ഓ ഖാലിദ് എന്ന ചെറുപ്പക്കാരന്റെ ജനാസയെ വരവേൽക്കുന്നു. എന്തൊരു ഭാഗ്യമാണ്! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. എന്തേ കാരണമെന്നറിയോ? ഓ ഖാലിദ് തങ്ങളല്ല, ഓ ഖാലിദ് വലിയ ആലിമല്ല, ഓ ഖാലിദ് വലിയ കോടീശ്വരനല്ല, ഓ ഖാലിദ് വലിയ പണക്കാരനല്ല. പക്ഷേ ഓ ഖാലിദിന്റെ കയ്യിൽ ഒരു സമ്പത്തുണ്ടായിരുന്നു. എന്താണെന്നറിയോ?